ഇൻസ്റ്റഗ്രാമിൽ പുതിയ വീഡിയോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ രംഗത്ത് പരിഷ്കാരങ്ങൾക്കായി പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ സർക്കാർ. യുവജന പ്രതിഷേധത്തിന് പിന്നാലെ അപകടം തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം. पार्लियामेंट के अंदर भी कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है। हमारी परीक्षा पद्धति विश्वस्त हो, हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो। इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा और जल्द से जल्द आने वाली परीक्षाओं की विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा। ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഈ യുവജനങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാർ മുട്ടുമടക്കിയതിനു ശേഷം ഇപ്പോൾ ഈ പരീക്ഷാ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ്. അതായത് പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. ആരെയാണ് ഇതിനുവേണ്ടി നിയമിച്ചിരിക്കുന്നത്? അതിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി. അവന്തിക, മോദി ഇപ്പോൾ അപകടം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യുവജന രോഷം തണുപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആണ് പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിലൂടെ പറഞ്ഞിരിക്കുന്നത് നന്ദൻ നിലേക്കനി, ഇൻഫോസിസിന്റെ കോ ഫൗണ്ടർ കൂടിയായിട്ടുള്ള നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിൽ ഈ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി പരീക്ഷാ രംഗത്ത് ഇത്തരത്തിലുള്ള പേപ്പർ ചോർച്ചയ്ക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഭാവിയിലേക്ക് പരീക്ഷാ രംഗത്ത് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാവുക. ഇതിന്റെ മറ്റു അംഗങ്ങൾ ISRO മുൻ ചെയർമാൻ സോമനാഥ്, അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ യുടെയൊക്കെ ഉദ്യോഗസ്ഥർ ഒക്കെയാണ് മറ്റ് ഈ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമാകുന്നത്. പരീക്ഷാ രംഗത്ത് ഭാവിയിലേക്കുള്ള പുതിയ പരിഷ്കാരങ്ങൾക്കായാണ് ഈ ടാസ്ക് ഫോഴ്സ് എന്നാണ് മോദി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും വ്യാപിച്ച പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് നീറ്റ് പേപ്പർ ചോർച്ചയിൽ, പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ യുവജന രോഷം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മോദി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് മണിക്കൂറുകൾ നീളുന്ന പ്രസംഗം ആയിരുന്നു മോദി സാധാരണ ഇത്തരത്തിൽ പങ്കുവെക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി ഈ യുവജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റും 20 സെക്കൻഡും മാത്രമുള്ള ഒരു പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നേരത്തെ തന്നെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനായിട്ട് അതിവേഗ കോടതികൾ രൂപം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവജന രോഷം തണുപ്പിക്കാൻ വേണ്ടി പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും എന്ന പ്രഖ്യാപനവുമായിട്ട് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്.